Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് പോളിസി ആദ്യത്തെ എക്സാമാണ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വലിയൊരു സബ്ജക്റ്റാണ്, ഒരുപാട് വായിക്കാനുണ്ട്. SAക്ക് ചോദ്യങ്ങളിടാൻ സ്കോപ്പ് ഒരുപാടുള്ള ഒരു സബ്ജക്റ്റാണ്. എന്നാലും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളതും കൂടുതൽ പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ബേസിക്സിൽ നിന്ന് തന്നെ എക്സ്പ്ലെയിൻ the factors influencing the business environment. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിക്കണം. ചില സമയത്ത് എക്സ്റ്റേണൽ ഇന്റേണൽ അതിൽ ഓരോന്നെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു SI ചോദ്യമാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ലിബറലൈസേഷൻ? പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ റിപ്പീറ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, FDI എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ദെൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് FDI, അതിൻ്റെ ബെനഫിറ്റ്സ് ചോദിക്കാറുണ്ട്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് FDI, ദെൻ അതിൻ്റെ ബെനഫിറ്റ്സ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. ദെൻ FDIനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തന്നെ മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്, FDI ഇൻ റീറ്റെയിൽ സെക്ടർ in India is boon or bane എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം. FDI റീറ്റെയിൽ സെക്ടറിൽ, ഇന്ത്യയിൽ റീറ്റെയിൽ സെക്ടറിൽ എത്രത്തോളം അത് നന്നായിട്ട് വന്നിട്ടുണ്ടോ അതോ മോശമാണോ എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആ ബെനഫിറ്റ്സ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്ന സെയിം സംഭവം തന്നെ ഒരു ഇൻഡയറക്റ്റ് മോഡിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം. ഓക്കെ, അതാണ് മറ്റൊരു സജഷൻ. അപ്പോൾ FDI എന്തായാലും നോക്കണം, ആ ഒരു ഏരിയ കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇനി 1-2 പേപ്പറിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ശരിക്കും 2 വെയിറ്റേജ് അല്ലെങ്കിൽ 3 വെയിറ്റേജ് അതിൽ വരാറുള്ള ചോദ്യമാണ്. അപ്പോൾ അത് ഈ പറയണ പോലെ 2 ടോപ്പിക്ക് മിക്സ് ചെയ്തിട്ട് SIക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് 2 എന്താണ് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളത് റിപ്പോർട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കസ്തൂരി രംഗൻ റിപ്പോർട്ടും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. എക്സ്പ്ലെയിൻ നമ്പർ 1 കസ്തൂരി രംഗൻ റിപ്പോർട്ട്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത് അതിൽ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും 2 വെയിറ്റേജിൻ്റെ സാധാരണ കണ്ടുവരാറുള്ളൊരു ചോദ്യം ഇതിലും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി GST പുതിയൊരു ഏരിയയാണ്, നമുക്കറിയാം. ഇപ്പോൾ പുതിയതല്ല, ബട്ട് അതിൻ്റെ തിയറി SIക്ക്
ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് GST ഇൻ ഇന്ത്യ. എക്സ്പ്ലെയിൻ the history and development of GST in India. ഓക്കെ, വീണ്ടും പ്രതീക്ഷിക്കാം. നേരത്തെ ലിബറലൈസേഷൻ്റെ കൂടെ പറയാൻ വിട്ടുപോയത് ലിബറലൈസേഷൻ പോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഗ്ലോബലൈസേഷൻ്റെ കാര്യം. ഗ്ലോബലൈസേഷൻ എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ LPG എന്ന് പറയുന്നത് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇത് മൂന്നും പഠിക്കണം. ഗ്ലോബലൈസേഷൻ എൻ്റെ കൂടെ തന്നെ ഞാൻ പറയണു, പ്രൈവറ്റൈസേഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ പറയണ ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനുമാണ് കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. പലപ്പോഴും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഗ്ലോബലൈസേഷൻ, അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ. ഓക്കെ, നേരത്തെ പറയാൻ വിട്ടുപോയൊരു ടോപ്പിക്കാണ് കേട്ടോ അത്. ഇനി IT ആക്ട് ഒരൊറ്റ പേപ്പറിൽ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിലോട്ട് കിടക്കാം. നീതി ആയോഗ് എക്സാമിന് SCക്ക് ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൻ്റെ റോള്, അതിൻ്റെ ഫങ്ഷൻസ്, നേച്ചർ. റോൾ പ്ലേഡ് ബൈ നീതി ആയോഗ്. അതുപോലെ തന്നെ ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ. നീതി ആയോഗ് ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ. ദെൻ ഈ പറയുന്ന നീതി ആയോഗിൻ്റെ നേച്ചറും ഫങ്ഷൻസും നിർബന്ധമായും നോക്കുക. അതിൻ്റെ നേച്ചർ ആൻഡ് ഫങ്ഷൻസ്. നീതി ആയോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. വരാറുണ്ട്, റിപ്പീറ്റാണ്. നീതി ആയോഗ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, സോ ഇതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തില്ലേ, അത് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ദെൻ അതിലോട്ട് പോണേക്കാൾ മുമ്പ് ഇനി പറയാനുള്ളത് നെക്സ്റ്റ് IT ആക്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ഓഫ് IT ആക്ട്. IT ആക്ട് 2000 അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഏതെങ്കിലും ഒരു ആക്ട് പലപ്പോഴും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അതെല്ലാ പേപ്പറിലും അങ്ങനെയാണ്, ഒരു ആക്ട്. അപ്പോൾ പിന്നെ നോക്കാനുള്ളത് കൺസ്യൂമർ, ഇതൊക്കെ നോക്കണം കേട്ടോ. പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പോൾ ഞാൻ നേരത്തെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പറഞ്ഞു, ദെൻ IT ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ ആക്ടുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ SCക്ക് കണ്ടുവന്നിട്ടുള്ള ടോപ്പിക്കുകൾ. ഒരു സജഷൻ കൂടി ലാസ്റ്റ് നൽകിയിട്ട് നിർത്താം നമുക്ക്. അത് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റ്സിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ള ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റ് അല്ല, ബട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻസ് ബൈ ഇന്ത്യ ഇൻ ദ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റ്. ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സാമിനെ SCക്ക് കണ്ടുവന്നിട്ടുള്ള ഏരിയാസാണ്. കോൺട്രിബ്യൂഷൻ ബൈ ഇന്ത്യ ആണ്. അപ്പോൾ ഈ 8 ചോദ്യങ്ങളിൽ നിന്ന് നമുക്കൊരു 4 ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുക. നമ്മൾ 2 എണ്ണം എഴുതിയാൽ മതി. സോ നമ്പർ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ബേസിക്സിൽ നിന്ന് തന്നെ നമ്മൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ബിസിനസ് എൻവയോൺമെന്റ്. അത് ഇന്റേണലി സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാം, എക്സ്റ്റേണൽ എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുക. നിർബന്ധമായും പഠിക്കുക. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് വരാറുണ്ട്. ഇതിന് FDI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്, അതിൻ്റെ ബെനിഫിറ്റ്സ്, ഡിസഡ്വാൻറ്റേജസ്, ആ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. ചിലപ്പോൾ ഇൻഡയറക്റ്റ് മോഡിൽ നേരത്തെ പറഞ്ഞ പോലെ
അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ കസ്തൂരി റംഗൻ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആക്ടുകളിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, അടിയിൽ ഞാൻ IT ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എടുത്ത് ചോദിക്കാറുള്ളതാണ്. പിന്നെ GST, ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് GST ഇൻ ഇന്ത്യ, ദെൻ നീതി ആയോഗ് ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ, റോള് എന്താണ് നീതി ആയോഗിൻ്റെ, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ നേച്ചർ ഓഫ് ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഈ പറഞ്ഞ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് സമ്മിറ്റ്സിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ അതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ SAക്ക് കണ്ടുവന്നിട്ടുള്ളത്. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങൾ. ഇപ്പോൾ 2 എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലെത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.